ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുള്ളത് രണ്ട് പ്രോഡക്റ്റാണ്. മീഷോന്ന് വാങ്ങിയ രണ്ട് പ്രോഡക്റ്റാണ്. അപ്പോൾ ഫസ്റ്റത്തെ വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. 347 രൂപയ്ക്ക് വാങ്ങിയ കോട്ടൺ മെറ്റീരിയലാണിത്. 5 മീറ്റർ കോട്ടൺ മെറ്റീരിയൽ ഉണ്ടെന്ന് അവർ പറയുന്നത്. പക്ഷേ അത് ഞാൻ അളന്ന് നോക്കുമ്പോൾ 4.25 വരുന്നത്. 5 മീറ്റർ ഫുള്ളായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതിനോടൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 6 പാനൽ കുർത്തി സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു 347 രൂപയ്ക്ക് ഈ ഒരു മെറ്റീരിയൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വാഷ് ചെയ്തിട്ട് എങ്ങനെയെന്ന് നോക്കണം. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലല്ല, കോട്ടൺ മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റ് അല്ല. ഇതുപോലെ അടുത്തടുത്ത് ഇങ്ങനെ ത്രെഡ് ലൈൻസ് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ളതല്ല, എന്നാലും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയ വേറൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പ്രസ് ബട്ടൺ ഉണ്ടല്ലോ, അത് ഫിറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ അറിയാത്തവർ കമൻറ്റ് ചെയ്താൽ ഞാൻ ഈ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇങ്ങനൊരു ടൂളും അതിൻ്റെ കൂടെ തന്നെ കുറേ ബട്ടൺസും ഉണ്ടാവും. ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് ബട്ടൺസ് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ പ്രസ് ബട്ടൺ ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കളർ വരുന്നതുകൊണ്ട്, അല്ലാതെ ആ ഒരു സ്റ്റീൽ ടൈപ്പ് വരുന്നുണ്ടല്ലോ, അതുമാത്രം വരുന്നതുണ്ട്. ഞാനിങ്ങനെ കളറ് മുകൾ ഭാഗത്ത് ഇങ്ങനെ കളർ വരുന്നതാണ് ഞാൻ സെലക്ട് ആക്കിയത്. ഇതിനെനിക്ക് ആയത് 179 രൂപയാണ്. കളർ വരുന്ന പ്രസ് ബട്ടൺ കുഞ്ഞുങ്ങളെ ഫ്രോക്കിനെല്ലാം യൂസ് ചെയ്താൽ കാണാൻ നല്ല രസമുണ്ടാവും. കാണാൻ ഏകദേശം ഇതുപോലെല്ലാം ആയിരിക്കും കളർഫുൾ ബട്ടൺസ് വെച്ചാൽ. ഇത് നോർമൽ ബട്ടനാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ പ്രസ് ബട്ടൺ ഇതുപോലെ ഫുള്ളായിട്ട് കളർ കാണൂല, റൗണ്ടിൽ കളർ ഉണ്ടാവും. എന്നാൽ ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മളെ ക്ലോത്ത് തന്നെയാണ് കാണുന്നത്. ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഈ റൗണ്ടിൽ മാത്രം കളർ കാണും, ബാക്കി ക്ലോത്ത് തന്നെയാണ് കാണുന്നത്.